ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത് ന്യൂ ബോൺസിൻ്റെ ഒരു ഹാങ്ങിങ് ലോണ്ടറി ബാഗാണ്. ഇത് ഹോസ്പിറ്റലിലായാലും എവിടെയായാലും കോട്ടിൻ്റെ അടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഹാങ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് കുട്ടിയുടെ ഡേർട്ടി ക്ലോത്തെല്ലാം ഇടാൻ പറ്റും. ഫുള്ള് പ്ലാസ്റ്റിക്കാണ്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വാഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വാഷ് ചെയ്താലും വേഗം തുടച്ചാലും മതി. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിപ്പം ഹാങ് ചെയ്ത് വെച്ചിട്ട് നമ്മളിപ്പം ഡേർട്ടി ക്ലോത്തെല്ലാം ഇതേപോലെ ഇതിൽ ഇടുമല്ലോ. അപ്പോൾ ഇത് ഇതേപോലെ നിൽക്കും. അപ്പോൾ ഫുള്ള് നിങ്ങൾ വാഷ് ചെയ്യാനാവുമ്പോൾ ഈടെ ഇത് തുറന്നിട്ട് ഇതിലോട്ട് ഡേർട്ടി ക്ലോത്തെല്ലാം എടുക്കാൻ പറ്റും. നേരെ വാഷ് ചെയ്യാൻ കൊണ്ടുപോകാൻ പറ്റും. നല്ല ഉപയോഗത്തിനെത്തുന്ന ഒരു ഐറ്റമാണിത്. ഇനി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്, കട്ട് ചെയ്യേണ്ടത് നോക്കാം. ഹാങ്ങിങ് ലോണ്ടറി ബാഗിന് ആവശ്യമുള്ളത് പ്ലാസ്റ്റിക് ഷീറ്റും ഒരു ഹാങ്ങറും ജിപ്പുമാണ്. ഞാൻ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. 1 മീറ്ററാണ് ഞാൻ പ്ലാസ്റ്റിക് ഷീറ്റ് വാങ്ങിയിട്ടുള്ളത്. ഫസ്റ്റ് ബാക്ക് സൈഡാണ് കട്ട് ചെയ്യേണ്ടത്. ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ലെങ്ത്തും വിഡ്ത്തും പറഞ്ഞുതരാം. 25 ഇഞ്ചസ് ലെങ്ത്ത് 2 പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിഡ്ത്ത് 7.5 ഇഞ്ച് വിഡ്ത്തുള്ള 2 പീസ് ബാക്ക് പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ബാക്ക് പീസ് 2 സൈഡിലുമാണ്. അതിൻ്റെ മിഡിൽ വരുന്നത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മിഡിലിൽ വരുന്നത് 8 ഇഞ്ചസ് വിഡ്ത്തും ഇതേ ലെങ്ത്ത് തന്നെ 25 ഇഞ്ചസ് ലെങ്ത്തുള്ള ഒരു പീസ്. നിങ്ങൾ മെഷർമെൻ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഹാങ്ങറിന് കണക്കായിട്ടാണ് വേണ്ടത്. എനിക്ക് ഇവിടെ 11.5 ഇഞ്ച് വിഡ്ത്തുള്ള ഹാങ്ങറാണ്. അപ്പോൾ അതിന് കണക്കായിട്ടാണ് ഞാൻ ബാക്ക് പീസ് ഇപ്പം മെഷർമെൻറ്റ് പറഞ്ഞു തന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഹാങ്ങർ എടുക്കുക. എന്നിട്ടത് ഇതേപോലെ ഡ്രോ ചെയ്യുക. എന്നിട്ട് ഈ സൈഡിൽ നിന്ന് എത്ര ഇഞ്ചുള്ളതാണെങ്കിലും അതിന് കണക്കായിട്ട് ഇവിടുന്ന് ഒരു 2 ഇഞ്ചസ് അധികം വെക്കണം. ക്ലോത്ത് ഹാങ്ങറിനെക്കാട്ടും 2 സൈഡിലും 2 ഇഞ്ചസ് ലെങ്ത്ത് വിഡ്ത്ത് അധികം വെക്കണം. ബാക്ക് പീസ് സ്റ്റിച്ച് ചെയ്ത് മറിച്ചിടേണ്ട പീസാണിത്. ഇതിനാണ് മറ്റേത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഷേപ്പാക്കാൻ പറ്റുള്ളൂ. ഇത് ഞാൻ ആദ്യം ഷേപ്പാക്കി വെച്ചാൽ. ഇതെന്ന് വെച്ചാൽ ടോപ്പിൽ ഇതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും പറഞ്ഞുതരാം. ഇത് 11 ഇഞ്ചസ് ലെങ്ത്തും വിഡ്ത്ത് സെയിമാണ് 14.5 ഇഞ്ച്. അപ്പോൾ ഇത് ഹാങ്ങർ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഫിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു 2 ഇഞ്ചസ് അങ്ങനെ 4 ഇഞ്ചസ് ടോപ്പിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട സ്ഥലം വേണമല്ലോ. അപ്പോൾ അതിന് കണക്കായിട്ട് ഞാൻ ആക്കിയതാണ്. 2 സൈഡിലും 2 ഇഞ്ചസ് വിട്ടിട്ടുണ്ട്. 2 ഇഞ്ചസ് വിട്ടിട്ടാണ് ഉള്ളത്. ഇത് ഫ്രണ്ട് പീസിൻ്റെ ടോപ്പ് ഭാഗമാണ്. ഇത് 15 ഇഞ്ചസ് ലെങ്ത്തും 14.5 ഇഞ്ച് വിഡ്ത്തുള്ള പീസ്. ഇതിപ്പം ബാക്ക് ഇപ്പം എല്ലാം മറിച്ചിട്ടെന്ന് വിചാരിക്കുക. എന്നിട്ട് ഇതാ ഫ്രണ്ട് പീസ് വരിക ഇതേപോലെയാണ്. ഇവിടെയെല്ലാം ഈ ഹാങ്ങറിൻ്റെ ഉണ്ടാവും. അപ്പോൾ അവിടെയൊന്നും നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഹാങ്ങറിൻ്റെ സ്ഥലം വിട്ടതിൻ്റെ ശേഷം ഇതേപോലെ. അപ്പോൾ ഇത്ര വിട്ടിട്ടാണ് ഉണ്ടാവുക. ഇതിലൂട്ടിയാണല്ലോ ക്ലോത്തെല്ലാം ഇടേണ്ടത്. അതിനാണ് ഈ ഷേപ്പ്. ഇത് ഞാൻ ഒരു 1.5 ഇഞ്ച് ഇതിൻ്റെ അകത്തുനിന്ന് ഒരു 1.5 ഇഞ്ച് വിട്ടിട്ട് ഇവിടെ ഒരു 2 ഇഞ്ചസ് 2 സൈഡിലും നേരത്തെ പറഞ്ഞില്ല അതേപോലെ തന്നെ 2 ഇഞ്ചസ് വിട്ടിട്ട് ഇവിടെ ഒരു ഷേപ്പാക്കി കൊടുത്തതാണ്. ഫ്രണ്ട് പീസും സ്റ്റിച്ച് ചെയ്ത് മറിച്ചിടണം. ഇതേപോലെയാണ് ഉണ്ടാവുക. സ്റ്റിച്ച് ചെയ്ത് മറിച്ചിട്ടാൽ ഇതേപോലെ ഉണ്ടാവും. ഒന്നും കാണില്ല.
അതിനാണ് ഈ ഒരു ചെറിയ പീസ് എടുത്തത്. അത് വിത്ത് സെയിം തന്നെ, ലെങ്ത്ത് 5 ഇഞ്ചസ് ലെങ്ത്ത് വെച്ചിട്ട് ഈ ഷേപ്പ് തന്നെ കട്ട് ചെയ്ത് വെച്ച്. ഫ്രണ്ട് പീസ് ബോട്ടം ഒരു 4.5 ഇഞ്ച് ലെങ്ത്തിൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ വിത്ത് സെയിം 14.5. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് രണ്ടും ചേറ്റ് ഇതിൻ്റെ ഇടയിലാണ് സിപ്പ്, ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ, സിപ്പ് വരുന്നത് ഇതിൻ്റെ ഇടയിലാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇത് വെച്ചിട്ടുള്ളത്. ഇനി സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് ബാക്ക് പീസിനോട് മിഡിൽ പീസ് സ്റ്റിച്ച് ചെയ്യുകയാണ് വേണ്ടത്. ബാക്ക് പീസിൻ്റെ ഒരു സൈഡിനോട് മിഡിൽ പീസ് ജോയിൻ ചെയ്യുക. ഇനി സെക്കൻഡ് പീസും മിഡിൽ പീസിനോട് ജോയിൻ ചെയ്യുക. ഇനി ഈ മിഡിൽ പീസ് ഇതേപോലെ മടക്കിയിട്ട് നമ്മൾ ബാഗിൻ്റെ കവറെല്ലാം ഉണ്ടാവില്ലേ, അതേപോലെ നമ്മളിപ്പം മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന, അപ്പോൾ അതേപോലെ സാധനങ്ങൾ കൂടുതൽ കൊള്ളാൻ വേണ്ടിയിട്ട്, നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ഫോൾഡ് ചെയ്തിട്ട് ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. ടോപ്പിൽ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇനി ബാക്കിലെ ഇന്നർ പീസ് ടോപ്പിൽ സ്റ്റിച്ച് ചെയ്യാം. ബാക്ക് പീസ് ഇതേപോലെയാണ്. ഞാൻ ടോപ്പിൽ മാത്രം ഒരു 1.5 ഇഞ്ച് വിട്ടിട്ട് രണ്ട് സൈഡിലും ഇത് ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിതാ ഇങ്ങനെയാണ്. ഇതുണ്ട് ഇതിൻ്റെ ഹാങ്ങറിൻ്റെ ഇത് പോകേണ്ട സ്ഥലം നിങ്ങൾക്കിപ്പം മനസ്സിലാകുന്നില്ലേ, അതാണ് വെക്കേണ്ടത്. എന്നിട്ട് പിന്നെ ഇതെന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഇതൊന്നും സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഇവിടെ ഞാൻ രണ്ട് സൈഡിലും സെലോ ടേപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരേപോലെ നിൽക്കുക, അല്ല ഇത് വലിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുണി എത്താത്തതുപോലെ തോന്നും, ഇങ്ങനെയായിപ്പോവും. അതുകൊണ്ട് എന്നിട്ട് ആദ്യം ഇത് രണ്ടും ഇതേപോലെ ആക്കിയിട്ട് ഇതിലെ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ശേഷം ഇനി ഇവിടുന്നേ സ്റ്റിച്ച് ചെയ്യേണ്ട, ഇവിടെ ഇല്ല, ഇത് മറിച്ചിട്ടിട്ടാണല്ലോ സ്റ്റിച്ച് ചെയ്യുക, അല്ല ഇത് ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക. ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ബാക്കി വരുന്നത് കട്ട് ചെയ്ത് കളയാം. സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് സൂക്ഷിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം. ഇത് സ്റ്റിച്ച് ചെയ്ത് മറിച്ചിട്ടു, ഇതാ കണ്ട ഇതേപോലെ മറിച്ചിട്ട് ഇനി ഇതിൻ്റെ മേലൂടെ ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് പ്രസ് ചെയ്തടിക്കണം. ഇവിടെ അടിക്കണ്ട, ഇത് ഈ സൈഡും എല്ലാം പ്രസ് ചെയ്തിട്ട് അടിക്കണം. പ്രസ് ചെയ്ത് അടിക്കുകയാണ്. ഹാങ്ങർ ഇതിലോട്ട് ഇട്ട് ഇങ്ങനെയാണ് മറിച്ചിട്ടാൽ ഉണ്ടാവുക. മുമ്പിലത്തെ സൈഡ്, ഇത് ബാക്ക് സൈഡ്, ഇത് ഇതേപോലെ തന്നെ. ഞാനിവിടെ സെലോ ടേപ്പ്
ഇട്ട് ഒട്ടിച്ചതാണ്. അത് ലാസ്റ്റ് എടുത്ത് കളയാം. താഴെയും കൂടി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് എടുത്ത് കളയാം. ഇനി ഇതിലെ ഒരു സ്റ്റിച്ച് കൊടുക്കണം. ഹാങ്ങർ ഒരിക്കലും പുറത്തേക്ക് എടുക്കാൻ സാധിക്കുകയില്ല. ഹാങ്ങറിൻ്റെ താഴെ ഭാഗം സ്റ്റിച്ച് ചെയ്യുകയാണ്. ഈ ഭാഗം തുന്നുമ്പോൾ ശ്രദ്ധിച്ച് തുന്നണം. നടിയിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇതേപോലെയാണ് ഉണ്ടാവുക. ഇതാണ് ശരിയായ നല്ല ഭാഗം. ഇതാണ് പുറമേ കാണുന്ന ബാക്ക് സൈഡ്. ഇനി ഫ്രണ്ട് സൈഡാണ് സ്റ്റിച്ച് ചെയ്ത് കാണിക്കേണ്ടത്. ഇത് എന്താ ഹാങ്ങർ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോവില്ല. ഇനി സിപ്പാണ് വെക്കേണ്ടത്. അതിൻ്റെ ലെങ്ത്ത് 13¼ ഇഞ്ച് ലെങ്ത്തുള്ള ഒരു പീസാണ് എടുത്തിട്ടുള്ളത്. ഒരു റണ്ണറും. സിപ്പ് രണ്ട് സൈഡും ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ പീസ് വേസ്റ്റിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ടുണ്ട്. ലോക്ക് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട്. ഇനി ചെറിയ പീസിനോട് സിപ്പ് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക. ഇനി ഇത് പ്രസ് ചെയ്തടിക്കുക. ഫ്രണ്ട് ടോപ്പ് പീസിനോട് അതിൻ്റെ മറച്ചിടേണ്ട ലൈനിങ് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക. ഇനി ടോപ്പ് പീസും ബോട്ടം പീസും തമ്മിൽ ജോയിൻ ചെയ്യുക. സിപ്പിൻ്റെ മറ്റേ സൈഡ്. ടോപ്പ് പീസ് ഞാൻ പ്രസ് ചെയ്ത് അടിച്ചിട്ടുണ്ട്, നേരത്തെ ബാക്ക് ചെയ്തതുപോലെ തന്നെ.
ഇത് ഇവിടെ എത്തുമ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കില്ല. അന്നേരം ഈ റണ്ണറിനെ വലിച്ച് മുമ്പോട്ടേക്ക് ആക്കണം. ഇനി ബാക്കും ഫ്രണ്ടും നല്ല ഭാഗം പുറത്താക്കിയിട്ട് പ്രസ് ചെയ്തടിക്കുക. ഇതിന് ചുറ്റും ഇനി പൈപ്പിംഗ് വെക്കേണ്ടതാണ്. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. പൈപ്പിംഗ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് താഴെ സ്റ്റിച്ച് ചെയ്യാം. മൂന്ന് സൈഡും പൈപ്പിംഗ് സ്റ്റിച്ച് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ഇതാണ് പൈപ്പിംഗ്. 1 1/4 ഇഞ്ചിൽ സ്ട്രെയിറ്റ് പീസ് തന്നെയാണല്ലോ, പ്ലാസ്റ്റിക് അല്ലേ, അതുകൊണ്ട് അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. ന്യൂ ബോൺ ഹാങ്ങിങ് ലോണ്ട്രി ബാഗ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിലെയാണ് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അതിട്ട് രാത്രിയോ എപ്പോൾ ഇങ്ങനെ കോട്ടിൻ്റെ അടുത്ത് തന്നെ ഹാങ് ചെയ്ത് വെക്കാൻ പറ്റിയതാണ്. എന്നിട്ട് എടുക്കുമ്പോൾ ഇതിലൂടെ ഇങ്ങനെ എടുക്കാം. ഹാങ് ചെയ്തിട്ടാണല്ലോ ഉണ്ടാവുക, അപ്പോൾ ഇതിലൂടെ ഇങ്ങനെ എടുക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു സൗകര്യം. Thank you for watching.